കേരളത്തിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക പരിഷ്കരണ നടപടികളിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ പിന്മാറണമെന്ന് RJD. 2002 ശേഷം വോട്ടർ പട്ടികയിൽ പേര് വന്നവർ വോട്ടറാണെന്ന് സ്വയം തെളിയിക്കുക അപ്രായോഗികമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല വോട്ടർമാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്നും ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞു. വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണം. 2002 ശേഷം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ 55 ലക്ഷം പേർ പുതുതായിട്ട് വന്നിട്ടുണ്ട്. 55 ലക്ഷം പേരും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെങ്കിൽ ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ കാണിച്ച് അവർ സ്വയം വോട്ടർമാരാണെന്ന് ബോധ്യപ്പെടുത്തണം. ഈ 2002 2024 ലോക്സഭാ ഇലക്ഷനും ഇടയ്ക്ക് കേരളത്തിൽ 6 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളും 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ട്. ഇപ്രകാരം 10 തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുള്ള ഈ 55 ലക്ഷം ആളുകൾ തങ്ങൾക്ക് വോട്ടിന് അർഹതയുണ്ടെന്ന് വീണ്ടും രേഖകൾ കാണിച്ച് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ വോട്ടർമാരാണെന്ന് യോഗ്യതയുണ്ടെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ വോട്ടർമാർക്ക് തന്നെയാണ്. ബർഡൻ ഓഫ് ദ പ്രൂഫ്. ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു തീരുമാനമാണ്. കേരളത്തിൽ ഇപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണം അശാസ്ത്രീയമാണ്, അനാവശ്യമാണ്. അത് പാവപ്പെട്ടവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ്. അതുകൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.